കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള മാൽപേ എന്ന സ്ഥലമാണിത്. കർണാടകയിലെ പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബറുകളിൽ ഒന്നാണ് മാൽപേ ഹാർബർ. ഇവിടെ മനോഹരമായൊരു ബീച്ചുണ്ട്. ഈ ബീച്ചിൽ നിന്നാണ് മിനി ലക്ഷദ്വീപ് എന്ന പേരിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. സെന്റ് മേരീസ് ഐലൻഡ് എന്ന വളരെ ചെറിയൊരു ദ്വീപാണ് ഈ പറയുന്ന മിനി ലക്ഷദ്വീപ്. ബോട്ടിൽ വേണം അവിടേക്കെത്താൻ. 3 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് 150 രൂപയും 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 350 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 10 മുതൽ 3:30 വരെയാണ് ബോട്ട് സർവീസ്. പ്രായമായവർക്ക് പോലും വളരെ സൗകര്യപ്രദമായി കയറാവുന്ന വലിയ ബോട്ടുകളിലാണ് യാത്ര. ബോട്ടിൽ കയറിയാൽ എല്ലാവരും നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം. ആവശ്യത്തിന് യാത്രക്കാരായതോടെ ബോട്ട് മെല്ലെ കടൽ പരപ്പിലൂടെ യാത്ര തുടങ്ങി. ദൂരെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധിയായ ബോട്ടുകളെ കണ്ട് യാത്ര ഉൾക്കടലിലേക്ക്. പിന്നിൽ ദൂരെയായി മാൽപേ ബീച്ചും കാണാം. സിനിമാ പാട്ടുകൾ വലിയ ശബ്ദത്തിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് യാത്ര. തീരത്തു നിന്നും 6 കിലോമീറ്റർ ദൂരം കടലിലൂടെ യാത്ര ചെയ്ത് വേണം ഐലൻഡിലെത്താൻ. ഈ യാത്രയിൽ ഉടനീളം കാണുന്ന അറബിക്കടലിന്റെ വിശാലമായ ദൂരക്കാഴ്ചകൾ അതിമനോഹരമാണ്. കടലിൽ തലയുയർത്തി നിൽക്കുന്ന ചെറുപാറക്കൂട്ടങ്ങളും അതിനുമീതെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെയും ഇടയ്ക്കിടെ കാണാം. പതഞ്ഞു വരുന്ന തിരമാലകളെ കീറിമുറിച്ച് പാട്ടും ഡാൻസുമായി ബോട്ട് ദ്വീപിലേക്ക് അടുക്കുകയാണ്. ഒരു 20-25 തെങ്ങുകൾ മാത്രം തലയുയർത്തി നിൽക്കുന്ന ആ കാണുന്ന ദ്വീപാണ് സെന്റ് മേരീസ് ഐലൻഡ്. വലിയ ബോട്ടുകൾക്ക് ദ്വീപിലേക്ക് അടുക്കുന്നതിന് പരിധിയുള്ളതുകൊണ്ട് ഈ ബോട്ടിൽ നിന്നും മറ്റൊരു ചെറിയ ബോട്ടിലാണ് നമ്മളെ ദ്വീപിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ഒരു ചെറിയ ബോട്ടെത്തി യാത്രക്കാരെ മുഴുവൻ അതിലേക്ക് മാറ്റി. വളരെ സുരക്ഷിതമായി ഓരോ യാത്രക്കാരെയും ചെറു ബോട്ടിലേക്ക് മാറ്റിയ ശേഷം നേരെ സെന്റ് മേരീസ് ഐലൻഡിന്റെ തീരത്തേക്ക്. അധികം തിരയടിക്കാത്ത ഷാലോ ബീച്ച് ആയതുകൊണ്ട് തീരത്തേക്ക് കയറ്റി നിർത്തിയാണ് ബോട്ടിൽ നിന്നും ആളെ ഇറക്കുന്നത്. വിചിത്ര രൂപത്തിലുള്ള പാറക്കെട്ടുകളെ തീരത്തോട് ചേർന്ന് കാണാം. ദൂരെയായി മടങ്ങി വരുന്ന യാത്രക്കാരെയും കാത്ത് വലിയ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഇനി നേരെ ദ്വീപിനകത്തെ കാഴ്ചകളിലേക്ക്. 1 മണിക്കൂറാണ് ഇവിടെ കാഴ്ചകൾ കാണാൻ അനുവദിച്ചിരിക്കുന്ന സമയം. അകത്ത് കയറുമ്പോൾ സെന്റ് മേരീസ് ഐലൻഡിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഇൻഫർമേഷൻ ബോർഡുകൾ കാണാം. സ്നാക്സും കൂൾ ഡ്രിങ്ക്സും എല്ലാം ഇവിടെയുള്ള ചെറിയ ഷോപ്പുകളിൽ കിട്ടും. അതുകൊണ്ട് കുടിവെള്ളം എടുത്തില്ലെങ്കിലും പേടിക്കാനില്ല. 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഭൂഖണ്ഡങ്ങൾ തമ്മിലുണ്ടായ വിള്ളലിൽ മഡഗാസ്കർ ദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ട് പോയതിലൂടെയാണ് സെന്റ് മേരീസ് ഐലൻഡ് രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. 1498 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഈ ദ്വീപുകളിലേക്ക് എത്തുകയും ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് വിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ദ്വീപിന് സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പേരിടുകയും ചെയ്തു എന്നാണ് ചരിത്രം. ദ്വീപുകളിൽ കാണുന്ന പാറകൾ മുഴുവൻ ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ ബഹുഭുജ രൂപത്തിലുള്ള പാറകൾക്ക് ബസാൾട്ടിക് ശിലകൾ എന്നാണ് പേര്. സമാനമായ രീതിയിലും ഘടനയിലുമുള്ള പാറകളാണ്
ആഫ്രിക്കയിലെ മഡഗാസ്കർ ദ്വീപുകളിൽ കാണുന്നത്. ഇതുതന്നെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഭൂഖണ്ഡങ്ങൾ തമ്മിലുണ്ടായ വിള്ളലുകൾക്ക് തെളിവാണ്. ദ്വീപിനു ചുറ്റും ബസാൾട്ടിക് പാറകൾ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മണൽത്തീരങ്ങളിൽ വിശ്രമിക്കുവാനോ വെള്ളത്തിൽ നീന്തുവാനോ സൗകര്യങ്ങളില്ല. അതുമാത്രമല്ല, അപകടം പതിയിരിക്കുന്ന നിരവധി ഭാഗങ്ങൾ തീരത്തോട് ചേർന്ന് കാണാം. കാക്കകളും വിവിധ വർഗത്തിൽപ്പെട്ട കൊറ്റികളും ദേശാടന പക്ഷികളുമല്ലാതെ മറ്റ് ജീവജാലങ്ങളൊന്നും ഈ ദ്വീപിലില്ല. ഒരു മണിക്കൂർ നേരത്തെ സന്ദർശനം കഴിഞ്ഞു. ഇനി മടക്കയാത്രയാണ്. ചെറിയ ബോട്ടുകൾ തീരത്തേക്ക് അടുത്തു. യാത്രക്കാർ തിരികെ കയറി തുടങ്ങി. ബോട്ടിൽ കയറിയ ഉടനെ എല്ലാവരും നിർബന്ധമായും ലൈഫ് ജാക്കറ്റുകൾ ധരിക്കണം. എല്ലാവരും റെഡിയായാൽ ബോട്ട് പുറപ്പെടും. തുടർന്ന് വലിയ ബോട്ടിലേക്ക്. സമയം ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയതോടെ കടലിന്റെ കാഴ്ചകൾ കൂടുതൽ ഭംഗിയുള്ളതായി മാറി. ദ്വീപിലൂടെയുള്ള നടത്തം മാത്രമല്ല, ഈ ബോട്ട് യാത്രയും ഹൃദ്യമായ ഒരു അനുഭവമാണ്. ആറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ബോട്ട് തിരികെ മാൽപേ ബീച്ചിലെത്തി. ഈ യാത്ര എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് കുഞ്ചൂസ് ഹോളിഡേയ്സ് ആണ്. പാലക്കാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടൂർ കമ്പനിയാണ് കുഞ്ചൂസ് ഹോളിഡേയ്സ്. യാത്രകൾ ബുക്ക് ചെയ്യുന്നതിനും അന്വേഷണങ്ങൾക്കുമായി അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ഈ ചെറിയ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ The Soundman signing off.